മൂന്നാമതായി എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബ്രസ്റ്റിലൊരു മുഴ വന്നു. അത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു, അയച്ചു. അമൃത ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവർ ബയോപ്സിക്ക് അയക്കുമ്പോൾ അറിയാമല്ലോ, അവിടെ ഗ്രോത്ത് എടുത്തിട്ടാണല്ലോ. അപ്പം നമ്മൾ ചിലർക്ക് ബ്ലീഡിങ് വരും. അപ്പം 3 ദിവസം നമ്മൾ കൈ അനക്കാൻ പാടില്ല, കംപ്ലീറ്റ് റെസ്റ്റ് വേണം. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞാൽ വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാം വേദനയുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്. അപ്പോൾ ഇതുവഴിയാണ് ഞാൻ ചങ്ങനാശ്ശേരി വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ കയറണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഒത്തിരി നേരം കൈയൊന്നും അനക്കി ഒന്നും ചെയ്യരുത്, കാരണം ഡോക്ടർ പ്രത്യേകം പറഞ്ഞ അമ്മയ്ക്ക് ഷുഗറുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടെ കൃപാസനത്തിൻ്റെ ഇവിടെ വന്നു. അച്ഛൻ കുർബാന നടക്കാം. അപ്പോൾ എനിക്ക് കണ്ണീര് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണീര് ഇങ്ങനെ വെള്ളം. ഞാൻ ഒരുപാട് അമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ കരയുന്നുണ്ട്, എൻ്റെ മോളും കരഞ്ഞു. ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉടമ്പടിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി നേരം നിൽക്കണം. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പം 4-5 മണിക്കൂർ നിൽക്കണം. അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്, അത് മാത്രമല്ല ബ്ലീഡിംഗ് ഉണ്ട്. ഇങ്ങനെ ബാഗ് ഇങ്ങനെ ഇട്ടേക്കും ആ ഫ്ലൂയിഡിന് വേണ്ടി. അവിടെയൊക്കെ കയറിപ്പോവുക വലിയ പാടാണ്. പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. അമ്മ ഉടമ്പടി എടുത്തു. അവിടെ കയറി ഫ്ലൂയിഡ് പാക്ക് ചെയ്യുന്ന ബാഗൊക്കെ ആയിട്ട് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി അമ്മ അതേപോലെ പൂർത്തീകരിച്ചു. അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ മുഴയേ അവിടെ ഇല്ല. 2ാമത് സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. പിന്നെ 3ാമതായി ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതാണ് എൻ്റെ മകൾ SSLCക്ക് കിട്ടേണ്ട മാർക്ക്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും. അവളൊരു വലിയ പഠനമുള്ള ഒരാളാണെന്ന് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും പഠിക്കും, പക്ഷേ ഉഴപ്പിയല്ല. പക്ഷേ വലിയ ഇതിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എങ്കിൽ പോലും പരീക്ഷയായപ്പോൾ ആ കുട്ടി ഇരുന്ന് നന്നായി പഠിച്ചു. ആ കൊച്ചു എക്സാം എഴുതുന്ന സമയം മുഴുവൻ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പരീക്ഷ തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നിടം വരെ ഞാനത് ഇങ്ങനെ യൂട്യൂബിൽ വെക്കും, ഞാൻ കൂടെ ഇരിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ മോക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എത്രയാ മാർക്ക് എഴുതിയത് അതിന് 1% കൂടുതൽ മാർക്ക് അവൾക്ക് ലഭിച്ചു. അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്തേലും അയ്യോ അങ്ങനെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അപ്പം എന്നെ പലരും ഇപ്പോൾ വിളിക്കുന്ന കൃപാസന മാതാവേന്നാണ്. അപ്പം ഞാൻ പറയാം അത് എന്നെ വിളിക്കാൻ വേണ്ടി അത്ര പരിശുദ്ധിയൊന്നും അല്ല ഞാൻ. എങ്കിൽ പോലും അവരെല്ലാം എൻ്റെ ഭക്തി ഞാൻ പറയുന്നതും കേട്ടിട്ടാണ്. യൂട്യൂബിലൊക്കെ വലിയൊരു ട്രോളുണ്ട്. ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ കൃപാസന മാതാവിൻ്റെ വലിയ ഭക്തയാണെന്ന് പറയുന്ന ഒരു ഓഡിയോ ലോഞ്ചിന് പറയുന്ന ഒരു വീഡിയോ. എങ്കിൽ പോലും അതിലൊക്കെ ഞാൻ അഭിമാനമാണ് കൊള്ളുന്നത്. കാരണം അത്രയ്ക്ക് അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എന്നെ ചുറ്റിപ്പറ്റിയവർക്കെല്ലാം മാതാവ് തന്നുകൊണ്ടിരിക്കുകയാണ്. 1000 നന്ദി. പ്രാർത്ഥനയൊന്നും ഞാൻ ഇതുവരെ മുടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കഴിയുന്നത്ര ചെയ്യുന്നുണ്ട്. എല്ലാവരും അതുപോലെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.